വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. തമിഴ്നാട്ടിൽ വിഘടനവാദത്തിന്റെ കാറ്റ് വീശുകയാണെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നത്. രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ചർച്ചകൾ കൊഴുക്കുകയാണ്. നേരത്തെ തന്നെ ഇത് ഉയർന്നു വന്നതാണ്. അതായത് മൂന്ന് ഭാഷകൾ തമിഴ്നാട്ടിൽ വേണ്ട എന്നാണ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അണ്ണാമല ഒരു ചുട്ട മറുപടി അതിന് കൊടുത്തെങ്കിൽ സ്റ്റാലിൻ അതിന് തിരിച്ചൊന്നും പറയാൻ സാധിച്ചില്ല. കാരണം മൂന്ന് ഭാഷകൾ തമിഴ്നാട്ടിൽ വേണ്ടെങ്കിൽ ആദ്യം തമിഴാണ് നിങ്ങളുടെ ഉയിർ എങ്കിൽ ആദ്യം ആ പേരങ്ങ് മാറ്റൂ. സ്റ്റാലിൻ എന്ന് പറയുന്ന പേര് തമിഴ് പേരല്ല, അതൊരു റഷ്യൻ ഒരു ഏകാധിപതിയുടെ പേരാണെന്നാണ് പറഞ്ഞത്. ഇത് കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാലിന് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സുന്ദർ പിച്ചൈ, ഗൂഗിളിന്റെ ഇപ്പോഴിരിക്കുന്ന മേധാവിയായിട്ടുള്ള സുന്ദർ പിച്ചൈയുടെ ഒരു വീഡിയോയും അണ്ണാമലെ പുറത്തു വിട്ടിട്ടുണ്ട്. ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത്. അവിടെ വലിയ ഒരു സ്കൂളിലാണ്, മുന്തിയ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അവിടെ പല ഭാഷകളും പഠിച്ചിട്ടുണ്ട്. ഹിന്ദി ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സുന്ദർ പിച്ചൈ പറയുന്നത്. അപ്പൊ അണ്ണാമലെ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വലിയ വലിയ സ്കൂളുകളിൽ, അതായത് വമ്പൻ ഡൊണേഷൻ കൊടുത്ത് വലിയ രീതിയിൽ ഒരു വർഷത്തെ ഫീസൊക്കെ ഒരുമിച്ച് അടയ്ക്കുന്ന സ്കൂളുകളിൽ, വലിയ പണച്ചാക്കുകൾ പഠിക്കുന്ന സ്കൂളുകളിൽ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക്, പണക്കാരുടെ മക്കൾക്ക് നിങ്ങൾക്ക് മൂന്ന് ഭാഷയോ നാല് ഭാഷയോ അഞ്ച് ഭാഷയോ ജർമ്മൻ, ഫ്രഞ്ച്, അങ്ങനെ പലതും പഠിക്കാം. എന്നാൽ പാവപ്പെട്ടവന്റെ മക്കൾ, ഗവൺമെന്റ് സ്കൂളിൽ പോകുന്ന പാവപ്പെട്ടവന്റെ മക്കൾക്ക് നിങ്ങൾ എന്തുകൊണ്ട് തമിഴും ഇംഗ്ലീഷും മാത്രമാക്കി ചുരുക്കുന്നു? അവർക്ക് ഭാഷ പഠിക്കട്ടെ, അവർ ഹിന്ദി പഠിക്കട്ടെ, അവരങ്ങനെ പല ഭാഷകളും പഠിക്കട്ടെ. അതായത് പണമുള്ളവർക്ക് ഒരു നിയമം, പണമില്ലാത്തവർക്ക് ഒരു നിയമം. അത് ശരിയല്ലല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ ഈ അവിടുത്തെ ബഡ്ജറ്റിന്റെ പ്രൊമോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. 2025-26 ബഡ്ജറ്റ്, തമിഴ്നാട് ബഡ്ജറ്റ്. ആ പ്രൊമോയിൽ രൂപ എന്ന് പറയുന്ന അതിനൊരു ചിഹ്നം ഉണ്ടല്ലോ, ആ ചിഹ്നം സ്റ്റാലിൻ മാറ്റിയിട്ട് അവിടെ തമിഴ് അക്ഷരം രൂ എന്ന് പറഞ്ഞൊരു തമിഴ് അക്ഷരം കൊണ്ടുവയ്ക്കുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പൊ നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം ഇതൊരു വിഘടനവാദത്തിന്റെ തുടക്കമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, അവിടെയുള്ള അണ്ണാമല തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദി എന്ന് പറയുന്നത് കേവലം ഒരു ഭാഷ മാത്രമാണ്, രാഷ്ട്രഭാഷയാണെന്ന് അണ്ണാമല പോലും പറഞ്ഞിട്ടില്ല. അവിടെ തമിഴ്നാട്ടിൽ ആ സമയത്ത് ഞാൻ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഒരു വാർത്ത കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഇനി ഇവരെന്ത് പറഞ്ഞെതിർക്കും? ഹിന്ദി രാഷ്ട്രഭാഷയാണ് എന്നുള്ള സംഭവമാണല്ലോ ഇവരെ ചൊടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് ഹിന്ദി സാധാരണ ഒരു ഭാഷയാണ്, രാഷ്ട്രഭാഷയല്ല, തമിഴാണ് ഏറ്റവും മുന്തിയ ഭാഷ, ഏറ്റവും പഴയ ഭാഷ, തമിഴല്ലാതെ വേറൊരു ഭാഷയില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ മർമ്മത്തിട്ടടിക്കുന്ന മറുപടിയായിരുന്നു. മർമ്മത്തിട്ടടിക്കുന്ന പറഞ്ഞാൽ ഈ തമിഴ് എന്ന് പറയുന്ന ഒരു ബാർബേറിക് ലാംഗ്വേജ് ആണ് എന്ന് പറയുന്ന ഒരു പറട്ട കിളവനെ ഇവർ ആരാധിക്കുന്നുണ്ട്. ആദ്യം അയാളുടെ ഫോട്ടോ എടുത്ത് മാറ്റൂ എന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഓരോ ഘട്ടത്തിലും ഇവർ പറയുന്ന എല്ലാ കാര്യത്തിന്റെയും മുനയൊടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാലോ, ഈ ദ്രാവിഡ രാഷ്ട്രീയം ആണ് നമ്മുടെ രാഷ്ട്രീയം, നമ്മൾ ദ്രാവിഡന്മാരാണ്, നമ്മൾ അതിഭീകര പഴയ ഭയങ്കര കില്ലാടികളാണ് എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊണ്ടിരുന്നവരാണ് ഈ തമിഴ്നാട്ടിലെ കമലഹാസനും കമലഹാസനന്റെ കൂടെ ഉള്ളവരെയൊക്കെ. ഒരു സുപ്രഭാതത്തിൽ നരേന്ദ്രമോദി നമുക്ക് പോലും അറിയാത്ത ചരിത്രം ഒരു ചെങ്കോൽ എടുത്തുകൊണ്ട് നേരെ അവിടെ കൊണ്ട് വെച്ചപ്പോ, ഇവിടെ പാർലമെന്റിൽ കൊണ്ട് വെച്ചപ്പോ ഈ കമലഹാസൻ ഫ്ലൈറ്റ് മറിച്ചു. ഈ കമലഹാസൻ പറയുകയാണ് ചെങ്കോൽ അവിടെ വയ്ക്കാൻ പാടില്ല. ആ ഈ ദ്രാവിഡൻ എന്ന് പറയുന്ന ഇവന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് രാജരാജ ചോഴൻ ഉണ്ടാക്കിയ ആ എന്താ പറയാ തഞ്ചാവൂരിലെ, ഈ തഞ്ചാവൂരിലാണ് ചേട്ടാ ആദ്യമായിട്ട് കൾച്ചർ കണ്ടുപിടിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ ഇത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ തഞ്ചാവൂരിൽ പുള്ളിക്കാരൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോ അവിടെ പുള്ളിക്കാരൻ ഈ കഥ പൂരിക്കൂല, ആ കഥയിൽ പറഞ്ഞതാണ് തഞ്ചാവൂർ നഗരത്തിൽ എന്ന് പറഞ്ഞാൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രൈസ്തവനും മറ്റതും മറിച്ചതും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ആൾക്കാർ താമസിച്ചിട്ട് ഒരു കൾച്ചർ ഉണ്ടായിരുന്നു എന്ന് ആർക്കിയോളജി വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ തഞ്ചാവൂർ ക്ഷേത്രം, അതുമായിട്ട് ബന്ധപ്പെട്ട രാജാവ്, ദ്രാവിഡ സംസ്കാരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ സംസ്കാരത്തിന്റെ ആകത്തുക പേറിയിരിക്കുന്ന ഒരു ചെങ്കോലാണ്. അത് കൊണ്ടുവച്ചപ്പോ യവന്മാര് പ്ലേറ്റ് മറിച്ച് കളഞ്ഞു. അപ്പൊ യവന്മാരെ കൊണ്ട് ചെയ്യാനും പറ്റില്ല, ചെയ്യുന്നവന്മാരെ ചെയ്യിക്കത്തുമില്ല, എന്നാലും യവന്മാർ ഇരവാദം മുഴക്കുകയും ചെയ്യും. എന്താണ് ഇത് നടക്കുന്നത്? ഈ ഭാഷയുടെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് തമിഴ്നാട്ടുകാരുടെ ഒരു എന്താ പറയുക, തമിഴ്നാട്ടുകാരെ അടുപ്പ് പുകയില്ലേ ഈ ഒരു പ്രശ്നം ഈ ഭാഷ പഠിച്ചില്ലെങ്കിൽ എന്നോ എനിക്കൊരു ചോദ്യമുണ്ട്. കാരണം ഇത് സ്റ്റാലിന്റെ മാത്രം പ്രശ്നമാണോ, അത് തമിഴ്നാട്ടുകാരുടെ മൊത്തത്തിലുള്ള പ്രശ്നമാണോ, അല്ലെങ്കിൽ സ്റ്റാലിൻ വെറുതെ അയാൾക്ക് കേന്ദ്ര സർക്കാരിനെ എതിർക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് ചുമ്മാ ഈ ഭാഷാപരമായിട്ട് നിങ്ങൾ ആ ഭാഷ ഈ ഭാഷ എന്ന് പറഞ്ഞ് എതിർക്കുന്നതാണോ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വിജയ് ഇതിനെ പറഞ്ഞ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. വിജയ് TVKയുടെ തമിഴ്നാട്. അപ്പൊ വിജയ്ക്ക് പറയാൻ ഒരു അവസരം കിട്ടില്ല, അതിന് മുമ്പ് അടിച്ചൊതുക്കി ചാക്കി കിട്ടിയ എറണാകുളം. വിജയിന്റെ സ്കൂൾ നടത്തുന്നുണ്ട്. വിജയുടെ അച്ഛനാണ് അത് നടത്തുന്നത്. വിജയുടെ പേരിലാണ് ആ സ്കൂൾ ഇരിക്കുന്നത്. 30 വർഷത്തെ ലീസിന് കൊടുത്തേക്കുക. അവിടെ വിജയ് വിദ്യാദർശനം എന്ന സ്കൂളിന്റെ പേര്. അവിടെ തമിഴ് പഠിപ്പിക്കും, തമിഴല്ല ഹിന്ദി പഠിപ്പിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ഹിന്ദി പഠിപ്പിക്കാം, CBSE പഠിപ്പിക്കാം. എന്തിനടാ നീയൊക്കെ ഈ കൊച്ചു പിള്ളേർ പഠിക്കുന്ന ഈ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നവർക്ക് ഹിന്ദി പഠിച്ചുകൂടാന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം പൊളിച്ചടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പൊളിച്ചടുക്കുമ്പോഴും ഇയാൾ ഈ വിഘടനവാദത്തിന്റെ ആ ഒരു ഗ്യാപ്പ് വലുതാക്കാൻ വേണ്ടി എന്തെങ്കിലും ഇതുപോലുള്ള കഞ്ഞം തിരിവുകൾ കാണിച്ചു വയ്ക്കും.
ഇനി ഇയാള് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടില് അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ നോട്ടുണ്ടല്ലോ, നമ്മുടെ റിസർവ് ബാങ്ക് ഇറക്കുന്ന നോട്ട്. ആ നോട്ടിൽ നിന്ന് മിക്കവാറും ഇയാൾ ഹിന്ദിയും ഇതും അത് മറ്റേ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ച് ഇനി ഈ നോട്ട് ഉപയോഗിച്ചാൽ മതി എന്ന് കൊണ്ടുവരുമെന്നാണ് എന്റെ പേര്. എന്താ തോന്നുന്നു? ഇത് ശരിക്കും പറഞ്ഞാൽ ധനുഷ് പറഞ്ഞതാണ് അതിന്റെ മറുപടി. കേന്ദ്രത്തിനെ എതിർക്കാനായിട്ട് സ്റ്റാലിന്റെ കയ്യിലൊന്നും ഇല്ല. കാരണം നമ്മുടെ ഉം. കേരള സംസ്ഥാനം ഒന്നും തന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെ ഒന്നും തന്നില്ല എന്ന് പറയാനൊന്നും ഇല്ല. കാരണം അവിടെയാണ് ഉം. വമ്പൻ പദ്ധതികൾ ഒരുപാട് വന്നത്. അതായത് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ചെന്നൈ മെട്രോയുടെ രണ്ടാമത്തെ ഏഹ്, ഇത് വികസനം. അതിന് 1,60,000 കോടി ഇപ്പൊ അനുവദിച്ചു. അങ്ങനെ വാരിക്കോരി തമിഴ്നാടിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. കാരണം അതിനകത്ത് ഇനിയിപ്പോ ഒന്നും എതിർക്കാനില്ല. ഉം. അപ്പൊ പിന്നെ ഉള്ളത് ഈ DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉയർന്നു വന്നത് തമിഴ് വികാരങ്ങളെ ആളെ കത്തിച്ചുകൊണ്ടായിരുന്നു. അവരുടെ എക്കാലത്തെയും പ്രധാന മുദ്രാവാക്യങ്ങൾ ഹിന്ദി വിരുദ്ധതയായിരുന്നു. മുമ്പ് അവരുടെ സമരങ്ങൾ ഉം. കത്തിക്കളയുന്ന സമയത്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഈ ഹിന്ദിയിലുള്ള ബോർഡുകളെ അവർ കരിയോയിൽ ഒഴിച്ച് മറയ്ക്കുക, നശിപ്പിക്കുക, അങ്ങനെ ഹിന്ദി ബോർഡുകളോട് ഒരു വിരോധം കാണിച്ചുകൊണ്ട് വൈകാരികമായി കത്തിച്ചുകൊണ്ടായിരുന്നു വരുന്നത്. ആ ഉം. കാലം പോയിരിക്കുന്നു. ഉം. ആ കാലം പോയി എന്ന് മാത്രമല്ല, ഇനി വികാരത്തിന് അടിമപ്പെടുന്ന ഒരു വിഭാഗമായിട്ടല്ല ഇപ്പൊ തമിഴന്മാർ മാറിയിരിക്കുന്നത്. തമിഴന്മാർ ഒരുപാട് മാറിക്കഴിഞ്ഞു. ഇപ്പോ ഇതെന്തുകൊണ്ടാണ് ഈ ഹിന്ദി വികാരം ഇപ്പോൾ കത്തിച്ചതെന്ന് വെച്ചാൽ വീണ്ടും ഈ തമിഴ് വികാരം ഉണർത്തുക എന്നുള്ളത് തന്നെയാണ് സ്റ്റാലിന്റെ ലക്ഷ്യം. അതെന്തുകൊണ്ടാണ് ഉം. ഇപ്പോഴെടുത്ത് വീശിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയിയുടെ ഒരു കടന്നുവരവുണ്ട്. വിജയിയുടെ കടന്നുവരവിന് അതെ. ദോഷം വരുത്തുന്നത് ശ്രീ സ്റ്റാലിന്റെ DMK പാർട്ടിയുടെ ബേസ് വോട്ടിലാണ്. അവിടെയും ഈ ഉം. ന്യൂനപക്ഷ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. ആ വോട്ടുകളിലേക്കാണ് ഉം. കടന്നു കയറുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഉം. സ്റ്റാലിൻ ഹിന്ദി വിരുദ്ധത പറയുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ കൈയടിക്കുന്ന സുഡാപ്പികളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ കൈയടിക്കുന്ന സുഡാപ്പികളാണ്. അപ്പോൾ ഒരു വെടിക്ക് അതെ. രണ്ട് പക്ഷം. ഒന്ന്, തമിഴ് വികാരം ഉയർത്തുക. രണ്ട്, മുസ്ലിം വോട്ടുകൾ തന്റെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്തുക എന്നൊരു വികാരവുമായിട്ടാണ് സ്റ്റാലിൻ ഈ ഹിന്ദി വിരുദ്ധത സ്റ്റാലിൻ പറയുന്നതിൽ ഒരു പുതുമയുമില്ല. DMK രൂപീകരിച്ചത് തന്നെ ഉം. ഹിന്ദു വിരുദ്ധതയിൽ ഊന്നി തന്നെയാണ് ആ പാർട്ടി രൂപീകരിച്ചത്. ആ പാർട്ടിക്ക് ഉം. ഇപ്പോൾ വീണ്ടും അത് ഉപയോഗിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടേ എന്ന് ചോദിച്ചാൽ അവർ അന്ന് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ എങ്ങും എത്തിയില്ല എന്നുള്ളതാണല്ലോ അവർക്ക് ഇപ്പോഴത് ഉയർത്തേണ്ടി വന്നത്. ഇപ്പോൾ ഈ വിവാദം ഏറെ കത്തി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ബഡ്ജറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് സ്റ്റാലിൻ പുറത്തിറക്കിയ ഒരു പ്രൊമോയാണ്. അതിനകത്ത് ഈ നോട്ടിൽ കൊടുത്തിരിക്കുന്ന എംബ്ലം, ആ രൂപയുടെ എംബ്ലം മാറ്റിക്കൊണ്ട് തമിഴിലുള്ള ഒരു അക്ഷരമാണ് ഉം. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വളരെ കൗതുകകരമായ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എംബ്ലം രൂപകൽപ്പന ചെയ്തത് DMKയുടെ MLA ആയിരുന്ന ഒരു വ്യക്തിയുടെ മകനായ ഉദയകുമാറാണ്. ഈ എംബ്ലം നമ്മുടെ ഉം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ നോട്ടിനകത്ത് ഈ എംബ്ലം ഉണ്ടാക്കിയ തമിഴനാണ്. അതും DMKയുടെ MLA ഉം. മകനാണ് അത് രൂപകൽപ്പന ചെയ്തത്. അതാണ് നമ്മുടെ നോട്ടിലിരിക്കുന്നത്. ആ നോട്ട് പോക്കറ്റിൽ വെച്ചിട്ടാണ് സ്റ്റാലിൻ പറയുന്നത് ഇതല്ല ഇനി മുതൽ എംബ്ലം, ഇനി ഞാൻ വരയ്ക്കുന്ന എംബ്ലമാണ് എന്ന് പറയുക. ഇത് ഏറ്റവും അതെ. കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കട്ടിംഗ് സൗത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നവരെയും ദ്രാവിഡസ്ഥാന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നവരെയൊക്കെ സന്തോഷിപ്പിക്കുക, തന്റെ വോട്ട് ബാങ്ക് നിലനിർത്തുക എന്നതിൽ കവിഞ്ഞൊന്നും തന്നെയില്ല. അപ്പൊ ഇത് മൂലം സ്റ്റാലിൻ ചെയ്യുന്ന ഒരു വലിയ കാര്യം ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അവകാശങ്ങളെയാണ് തടയുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിൽ അതെ. പഠിക്കുമ്പോൾ നമുക്ക് അറബി പഠിക്കാം, സംസ്കൃതം പഠിക്കാം, ഹിന്ദി പഠിക്കാം, മലയാളം പഠിക്കാം. ഇതിൽ നാലെണ്ണത്തിൽ നമുക്ക് ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞാലും ഇത് തന്നെയാണ്. എവിടെയും നമ്മുടെ സിസ്റ്റം അങ്ങനെ തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ പോലും ജർമ്മൻ അടക്കമുള്ള ഭാഷകൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന്, ഉം. ഹിന്ദി ഭാഷ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു പോയവരോട് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകും. നമ്മുടെ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അവരോട് ചോദിക്കുക ഹിന്ദി ഭാഷ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. കാരണം ഹിന്ദിയും ഉറുദുവും അറബിയും എല്ലാം ഏകദേശം ഒരു സാമ്യത ഉള്ള, ചില വാക്കുകൾക്കെങ്കിലും സാമ്യത ഉള്ള ഒരു ഭാഷയായിട്ടാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് ഹിന്ദി ഉം. ഗൾഫ് രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകും, അവിടെ പഞ്ചാബികളും UK ഗുജറാത്തികളും അടക്കമുള്ള ഒരു വലിയ വിഭാഗമുണ്ട്. സൗത്ത് ഇന്ത്യക്കാർ ഉൾപ്പെടെ എല്ലാവരും അത് കോമൺ ആയിട്ട് അവരുടേതായ സ്വകാര്യ കാര്യങ്ങൾ പറയുന്നത് ഇംഗ്ലീഷിലല്ല, ഹിന്ദിയിലാണ് അവർ പറയുന്നത്. നോർത്ത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഗുജറാത്തിയെയും UP-കാരനെയും ബീഹാറിനെയും ബംഗാളിയെയും ഒക്കെ കണക്ട് ചെയ്യാൻ അവർക്ക് ഹിന്ദി എന്ന ഭാഷ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ആന്ധ്രാപ്രദേശിൽ ചെന്നാൽ നമുക്ക് ഹിന്ദി അറിയാമെങ്കിൽ നമുക്ക് അവിടെ കണക്ട് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. കർണാടകത്തിൽ ചെന്നാലും അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ തമിഴ്നാട്ടിലെ DMKയുടെ കുടുംബത്തിന് 6 സ്കൂളുണ്ട്. 6 സ്കൂളും ഈ ICC സിലബസിൽ വർക്ക് ചെയ്യുന്ന സ്കൂളുകളാണ്. അപ്പോൾ ഈ സ്കൂളുകളിലെല്ലാം ഹിന്ദി പഠിക്കുന്നുണ്ട്. ധനുഷ് നേരത്തെ പറഞ്ഞ കണക്ക് പണക്കാരന്റെ മക്കൾക്കല്ല ഹിന്ദി പഠിക്കാം. കാരണം അവനാണല്ലോ നാളത്തെ ഡോക്ടർ. അവൻ നാളെ ഡോക്ടറായിട്ട് UK പോവോ പഞ്ചാബിൽ പോവോ ചെയ്താൽ അവന് ജീവിക്കണ്ടേ. ഇവിടെ പാവപ്പെട്ട കുട്ടികൾ ഇതൊന്നും പഠിക്കരുത് എന്നുള്ളതാണ്. അതായത് അവകാശത്തെ തടയുകയാണ്. ഇതൊന്നും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു വിഷയമേ അല്ല. ശുദ്ധ പോക്കൃത്തം എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇതിനെയൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട് വലിയ ചർച്ചയാണ് കേരളത്തിലെ ചില ചാനലുകൾ രാവകൾ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് ഗംഭീരം, സ്റ്റാലിൻ ചെയ്ത കണ്ടില്ല, ഒരു കുന്തവുമില്ല. കാരണം ഇന്ത്യ മഹാരാജ്യത്ത്
വെറുതെ ഒരു പടം വരച്ചു വെച്ച് ആശ തീർക്കാം എന്നതിൽ കവിഞ്ഞ് ഒന്നുമില്ല. ഇത് സ്റ്റാലിനും അറിയാം. വെറുതെ നോട്ടിന്റെ എംബ്ലം മാറ്റി ഒരു പടം വരച്ചു വെച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പൊ 10 രൂപ നോട്ട് കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇതിനെ 10 രൂപയെ അംഗീകരിക്കുന്നില്ല, 5 രൂപയായിട്ടേ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് എന്റെ മാനസികാവസ്ഥയാണ്. അതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല അതെ എന്ന് കരുതി രാജ്യത്തിന്റെ സിസ്റ്റം മാറാനും പോകുന്നില്ല. അപ്പോൾ ഈ ഭാഷാധികാരം എന്ന് പറഞ്ഞത് തേഞ്ഞൊട്ടിയ ഒരു പ്രചരണായുധം മാത്രമാണ് ഡി എം കെയെ സംബന്ധിച്ച്. ഇപ്പൊ ഡി എം കെ അതിജീവനത്തിന് വേണ്ടി മാത്രം ആണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള വ്യക്തമാണ്. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, ഡി എം കെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ അവർക്ക് ഇനി നിൽക്കണമെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. അവരുടെ കയ്യിൽ ഇനി പിടിവെള്ളികൾ ഒന്നുമില്ല. അവരുടെ കാൽച്ചോട്ടിലെ മണ്ണ് ചോർത്തിയെടുക്കാൻ ഇപ്പൊ വിജയ് കൂടെ വന്നിരിക്കുന്നു. ഈ സ്റ്റാലിന്, ഉദയനിധി സ്റ്റാലിൻ ഈ ഡി എം കെ കൊണ്ടുപോയി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രതീക്ഷയും സ്റ്റാലിനില്ല. ഉദയനിധി സ്റ്റാലിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഡി എം കെക്കുള്ളിൽ തന്നെ എതിർപ്പാണ്. കാരണം ഉദയനിധി സ്റ്റാലിന് അങ്ങനെ വലിയൊരു കപ്പാസിറ്റി ഉള്ള ഒരു നേതാവൊന്നും അല്ല ഡി എം കെ കണക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുൻപോട്ട് കൊണ്ടുപോകും. അങ്ങനെ എല്ലാം കൊണ്ടും തകർന്നടിഞ്ഞ് നിൽക്കുന്ന ഡി എം കെക്ക് ഇനി അവസാനമുള്ളത് തമിഴിന്റെ വികാരം ആളിക്കത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടെയാണ് ഈ ഹിന്ദി പിടിച്ചിരിക്കുന്നത്. പക്ഷെ ഹിന്ദി ഇപ്പൊ പഴയതുപോലെ ഏൽക്കുന്നില്ല. കാരണം വലിയ രീതിയിൽ തന്നെ അതിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ എന്താണ് പറയുന്നത്, ഭാവിയാണ് നശിപ്പിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ അറബി ഉണ്ടല്ലോ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അറബി ഭാഷ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അറബി അധ്യാപകരുണ്ട്. അറബി അതെന്റെ ഇഷ്ടമാണ്, ഞാൻ അറബി പഠിക്കണോ സംസ്കൃതം പഠിക്കണോ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ നാളെ പറയണം അറബി ഇവിടെ പഠിപ്പിക്കാനേ പറ്റില്ല എന്ന് പറയാൻ കഴിയുമോ? അതൊരു ഭാഷയാണ്. ഭാഷ എന്തിനാണ് മനുഷ്യൻ പഠിക്കുന്നത്? അവൻ ഈ ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഭാഷ പഠിക്കുന്നത്. ഇവിടെ തമിഴും പഠിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അറബിക്ക് തമിഴ് മനസ്സിലാകില്ല. അറബിക്ക് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഹിന്ദി ആയിരിക്കും. അപ്പൊ ചോദിക്കും ഇംഗ്ലീഷോ എന്ന് ചോദിക്കും. ലോകത്ത് എത്ര ശതമാനം പേരാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാലിന് കാര്യം മനസ്സിലാകും. എത്ര ശതമാനം പേരാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? നമ്മൾ പറയുന്നുണ്ടല്ലോ ഇംഗ്ലീഷ് ലോക ഭാഷയാണെന്ന്. എത്ര ശതമാനം പേരാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? വളരെ തുച്ഛമായ ശതമാനം പേരാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അമേരിക്കക്കാരൻ സംസാരിക്കുന്നത് വേറൊന്നും, UK സംസാരിക്കുന്നത് വേറൊന്നും, നെതർലൻഡുകാരൻ സംസാരിക്കുന്നത് വേറൊന്നും. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഇംഗ്ലീഷ് എല്ലായിടത്തും സംസാരിക്കുന്നത്. ഇപ്പൊ ഇന്ത്യ പോലൊരു രാജ്യത്തെ തന്നെ കണക്ട് ചെയ്യണമെങ്കിൽ അവിടുത്തെ എല്ലാവരും കോമൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു ഭാഷ തന്നെ നമുക്ക് വേണം. അതിപ്പോ ഹിന്ദി ആകണം എന്നില്ല. തമിഴാണ് ഇന്ത്യയിലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കോമൺ ആയിട്ട് എല്ലാവർക്കും കുറച്ചെങ്കിലും അറിയാവുന്ന ഭാഷ തമിഴാണെങ്കിൽ നമ്മൾ തമിഴ് പഠിക്കാൻ തയ്യാറാണ്. നമ്മുടെ തമിഴ് സ്കൂളുകളില്ലേ, നമ്മുടെ ഈ മൂന്നാർ ദേവികുളം മേഖലയിലൊക്കെ തമിഴ് വിദ്യാലയങ്ങളുണ്ടല്ലോ. എന്തിനാണ് തമിഴ് വിദ്യാലയങ്ങൾ വെച്ചിരിക്കുന്നത്? തമിഴ് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഭാഷകൾ പഠിക്കുന്നതിന്റെ ഒരു കുട്ടിയുടെ, വിദ്യാർത്ഥിയുടെ അവകാശത്തെയാണ് സ്റ്റാലിൻ ഹനിക്കുന്നത്. അതും ആരുടെ അവകാശത്തെ? താഴെത്തട്ടിലുള്ള പാവപ്പെട്ടവന്റെ പിള്ളേർക്ക്. പൈസക്കാരൻ എപ്പോഴും അവന്റെ പിള്ളേരെ CBSEയിലോ ICSEയിലോ കൊണ്ട് ചേർക്കുകയും അവിടെ പഠിപ്പിക്കുകയും, ഇല്ല കേന്ദ്രീയ വിദ്യാലയത്തൊക്കെ കിട്ടാൻ വലിയ പാടാണ്. ഇന്റർവ്യൂ ടെസ്റ്റും ഒക്കെ എഴുതി പിള്ളേർ ക്യൂ നിൽക്കുകയാണ് അവിടെ പഠിക്കാനാണ്. അവിടെയാണ് പഠിക്കുന്നത്. IIT പോയി കഴിഞ്ഞാൽ അവിടുത്തെ അധ്യാപകരോട് സംസാരിക്കാനായിട്ട് എന്ത് ഭാഷ ഉപയോഗിക്കും? അപ്പൊ ഇതെന്ന് പറഞ്ഞ വെറും ഒരു ഗിമ്മിക്കാ. സ്റ്റാലിന് തന്നെ അറിയാം ഇത് നടപ്പുള്ളൊരു കാര്യമല്ല. പകരം കുറെയെങ്കിലും താഴെത്തട്ടിലുള്ള തമിഴന്മാരെ ഇളക്കാൻ കഴിയുമോ എന്നാണ്, അതുമൂലം സുഡാപ്പികളെ സൂപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്, അവരുടെ ഒരു പിൻബലത്തോടു കൂടി ആ വോട്ട് ബാങ്കെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ്. പക്ഷെ വിജയ്ക്ക് കാലിടറിപ്പോയി. കാരണം വിജയ് നടത്തുന്ന സ്കൂളിൽ ഹിന്ദി ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഹിന്ദി വിദ്വേഷം വിജയ് മാറ്റി. വിജയ് ഒരു കാര്യം, എവിടെയാണ് ഈ ഹിന്ദി, ഇനി ഒരു കാര്യം കൂടെ ഞാൻ നമുക്ക് പറഞ്ഞ് ചർച്ച അവസാനിപ്പിക്കും. എവിടെയാണ് സ്റ്റാലിൻ ഈ രൂപയുടെ ചിഹ്നം മാറ്റിക്കൊണ്ടുവന്നത്? ഏത് ദിവസമായിരുന്നു? ഇന്നലെയാണ്. അതിന്റെ തൊട്ട് തലേ ദിവസം ഒരു സംഭവം തമിഴ്നാട്ടിൽ നടന്നിരുന്നു. എന്തായിരുന്നു ആ സംഭവം? ധനുഷിന് മനസ്സിലായോ? അവിടെ ഈ തൊപ്പിയൊക്കെ ധരിച്ചുകൊണ്ട് നമ്മുടെ വിജയ് പോയിട്ട് നിസ്കരിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. അതായത് തന്റെ വോട്ട് ബാങ്കിലേക്ക് വിജയ് കടന്നു കയറുന്നു എന്ന് കണ്ടപ്പോഴാണ് അവിടെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് കുറച്ചുകൂടെ ഹരം പകരുന്ന വിഘടനവാദത്തിന്റേതെന്ന് തോന്നിപ്പിക്കുന്ന ഈ നോട്ടിലെ ചിഹ്നം മാറ്റാൻ സ്റ്റാലിൻ തയ്യാറായത്. കൃത്യമായ പൊളിറ്റിക്സ് ആണത്. അതായത് തന്റെ വോട്ട് ബാങ്കിലേക്ക് ഇതേ പുള്ളി തൊപ്പിയും വെച്ച് നിസ്കരിച്ച് കടന്നു. അതിപ്പോ ഭയങ്കര വിവാദമായിട്ടുണ്ട്. ആ സമുദായത്തിനിടെ തന്നെ വലിയ വിവാദമാണ്. പുള്ളി ബോഡി ഗാർഡിനെയൊക്കെ എന്താണ് ഇവരുടെ കൂടുള്ളവരുടെ പേരെന്താ പറയുക, ബോക്സർമാരോ എന്തോ, ഈ സെക്യൂരിറ്റി ആയിട്ട് വരുമല്ലോ സിനിമാ താരങ്ങൾ, അങ്ങനെ ഉള്ളവര് ബോഡി ഗാർഡ്സ്. അപ്പൊ അവര് വന്നിട്ട് എന്തൊക്കെയോ ചെയ്തു. അതുകൊണ്ട് അവിടുത്തെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ അതിനകത്ത് തന്നെ ഒരു സംഘടന വലിയ പ്രതിഷേധമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ തന്റെ വോട്ട് ബാങ്കിലേക്ക് വിജയ് കടന്നു കയറും എന്ന് കണ്ടതുകൊണ്ടാണ് പെട്ടെന്ന് ഇപ്പൊ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയത്. ഇനി അടുത്തത് ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ ഈ വിജയ് കടന്നു കയറുന്നുണ്ട്. അതിനെ എങ്ങനെ ആയിരിക്കാം സ്റ്റാലിൻ ബ്ലോക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ, അല്ല ക്രിസ്മസ് വരെ അല്ല, അതിനു വേണ്ടിയിട്ടാണ് ഈ സനാതന ധർമ്മത്തെ കുറ്റം പറഞ്ഞതും ഒപ്പം തന്നെ ക്രിസ്തീയ സഭകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വേണ ചെയ്തോ എന്നൊക്കെ പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ സ്റ്റാലിൻ അറിയാത്ത ഒരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അതിന് BJPയോ ഹിന്ദു മുന്നണിയോ ഒന്നും അല്ല. അവിടെ ഈ ഒരുപാട് സംഘടനകൾ ഇപ്പൊ പുതിയതായിട്ട് രൂപപ്പെടുന്നുണ്ട്. ഇപ്പൊ അവിടുത്തെ പുതിയ ട്രെൻഡ് ഞാൻ മനസ്സിലാക്കുന്നത് മുരുക യുഗം എന്ന് പറയുന്ന ട്രെൻഡാണ്. ആ ട്രെൻഡിനകത്ത് ഇപ്പോൾ സ്റ്റാലിനും കൂടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. സ്റ്റാലിൻ പഴനിയിൽ ഒരു വലിയ സമ്മേളനം നടത്തുകയുണ്ടായി.
മുരുകനെ ഇന്റർനാഷണൽ ഉം. തലത്തിൽ അറിയിക്കാൻ. അതായത് ഈ DMK എന്തായിരുന്നു വെച്ചാൽ DMK ഹിന്ദു മതത്തിനെതിരായിരുന്നു, മതേതരത്വത്തിന്റെ പാർട്ടിയായിരുന്നു. ഇപ്പൊ ഈ സ്റ്റാലിൻ ഓരോരുത്തർക്കും സെപ്പറേറ്റ് പാക്കേജാണ് കൊടുക്കുന്നത്. ഈ പറയുന്ന തീവ്ര ഉം. ഇസ്ലാമിസ്റ്റുകളെ സൂചിപ്പിക്കാനായിട്ട് വിഘടനവാദത്തിന്റെ ഒന്ന്, ക്രിസ്ത്യാനികളെ സൂചിപ്പിക്കാനായിട്ട് ഉം. സനാതന ധർമ്മം വൈറസ് ആണെന്ന്, ഹിന്ദുക്കളെ സൂചിപ്പിക്കാനായിട്ട് പഴനിയിൽ ഉം. പോയിട്ട് മുരുകന്റെ സമ്മേളനം കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. ഏതായാലും ദൈവം സഹായിച്ച അവിടെ ഉം. സിഖുകാരും പാഴ്സിയും ഒന്നും തമിഴ്നാട്ടിൽ ഇല്ലാഞ്ഞത് ഭാഗ്യം. ഇല്ലെങ്കിൽ പാക്കേജ് വേറെയും വന്നത്. ഇതാണ് ഇപ്പൊ തമിഴ്നാട് നടക്കുന്നത്. വെറും ഒരു രാഷ്ട്രീയ തട്ടിപ്പ് എന്നതിനെ അപ്പുറത്തേക്ക് യാതൊരുവിധ ഇതുമില്ലാത്ത ഒരു സംഭവം മാത്രം. എന്തായാലും ഈ ഭാഷാ വിവാദം വന്നപ്പോൾ പണ്ട് രജനീകാന്ത് നടത്തിയ ഒരു പ്രസംഗമാണ് ഓർമ്മ വന്നത്. പുള്ളി പാർട്ടി തുടങ്ങുന്നതിന് മുമ്പ് ഈ ഭാഷാ വിവാദം വന്നപ്പോൾ പുള്ളി അത് ഭയങ്കര ഗംഭീരമായിട്ട് ഒരു വാക്ക് പറഞ്ഞു. അതായത് ഇംഗ്ലീഷ് പഠിക്കണം, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം, നിങ്ങൾ ഹിന്ദി പഠിക്കണം, നിങ്ങൾ കിട്ടുന്ന ഭാഷ എല്ലാം പഠിക്കണം, നിങ്ങൾ ലോകത്തെ നോക്കൂ, ഇംഗ്ലീഷ് അതാണ് ഫ്യൂച്ചർ, അത് പഠിക്കണം നിങ്ങൾ. എന്നിട്ട് പുള്ളി അവിടെയുള്ള വിദ്യാർത്ഥികളോട് പറഞ്ഞത്, നിങ്ങൾ ഇപ്പൊ പഠിപ്പിൽ ഗവനിക്കണം, ഞാനേ പാർട്ടി തുടങ്ങിയാലും ആ പാർട്ടിയിൽ വന്ന് ചേരരുത്, அரசியலை பற்றி புரிஞ்சுக்குங்க, புரிஞ்சுக்குங்க, അതിനെപ്പറ്റി തെറിഞ്ചിക്കങ്ക, അവളോതാ അറസിയൽ. പക്ഷെ പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ പഠിക്കണം, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ നിങ്ങൾ നല്ലപോലെ പഠിക്കണം. എന്റെ പുള്ളി പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്. തമിഴ് പേഴ്സണാ മറ്റും തമിഴ് വളരാത്, തമിഴനും വളന്താത്താൻ തമിഴ് വളരൂ. അതായത് തമിഴ് കറക്റ്റ് ആണ് സംസാരിച്ചാൽ പറഞ്ഞത്. മാത്രം നമ്മൾ തമിഴ് സംസാരിച്ചുകൊണ്ടിരുന്നാൽ മാത്രം തമിഴ് വളരില്ല. തമിഴനും വളർന്നാൽ മാത്രമേ തമിഴ് വളരൂ. തമിഴൻ വളരാനായിട്ട് തമിഴൻ പല ഭാഷകൾ പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, ഹിന്ദി പഠിക്കണം. ആ പല ഭാഷകൾ പഠിച്ച് തമിഴന്റെ പുകഴ് ലോകം മുഴുവൻ എത്തിക്കണമെന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു വാക്കായിരുന്നു. അല്ല ധനുഷ, ഇത് പറഞ്ഞപ്പോഴേ ഇതിനകത്ത് വലിയ ഒരു കൗതുകം കൂടെ പറഞ്ഞിട്ട് നമുക്ക് തീർക്കായത്, ഈ നമ്മുടെ മലയാളികളാണ് ഉം. സ്റ്റാലിനെ ഭയങ്കര പുകഴ്ത്തുന്നത്. കണ്ട അയാളുടെ ഭാഷയോടുള്ള സ്നേഹമൊന്നും. മലയാള സർവകലാശാല ഉൾപ്പെടെ പൂട്ടിക്കെട്ടിയ നാടാണ് ഈ കേരളം. നമ്മൾ നമ്മുടെ മാതൃഭാഷ എപ്പോഴെങ്കിലും നന്നായിട്ട് കണ്ടിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ടോ? നമ്മുടെ മലയാള ഭാഷയുടെ സർവകലാശാലകളും അധ്യാപനവും ബാക്കിയുള്ള കാര്യങ്ങൾ എവിടെ നിൽക്കുന്നു? ആദ്യം മലയാളി ചിന്തിക്കുന്നത്, എടാ ഞാൻ എന്റെ ഭാഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് വേണം സ്റ്റാലിനെ പിന്തുണയ്ക്കാൻ പോകാനാണ്. ഉം. ആദ്യം അതും കൂടെ വേണ്ടേ? ഇവിടെ അതെ. പറഞ്ഞല്ലോ ഭരണഭാഷ മലയാളമാക്കുന്നു, മലയാളമാക്കിയോ? മുണ്ടുടുക്കണമെന്ന് പറഞ്ഞ ഇടയ്ക്ക് ഉം. ഒരു നിയമം വന്നായിരുന്നു. മുണ്ടും ജുബയോ എന്തോ അങ്ങനത്തെ എന്തോ ഒരു വസ്ത്രം ആ. സർക്കാർ ജീവനക്കാര് അതെ അതെ ധരിക്കണമെന്ന് അതെ പറഞ്ഞു. അതെ. എന്തെങ്കിലും ആയോ? ഇല്ല. നമുക്ക് നമ്മളെ കുറിച്ച് പോലും യാതൊരു ധാരണയും ഇല്ല. നമുക്ക് ഭാഷയെ കുറിച്ചും യാതൊരു അതെ ഇതൊന്നും ഇല്ല. മലയാളി മലയാളത്തെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല. അവനാണ് ഇംഗ്ലീഷിൽ ഇരുന്ന് പോസ്റ്റ് ഇടുന്നത്. സ്റ്റാലിൻ ഞങ്ങൾ അതെ അതെ. സപ്പോർട്ട് മലയാളം, ചെയ്യുന്നു. അതെ മലയാളമൊക്കെ മാറി ചേട്ടാ. മലയാളമൊക്കെ ഇനി കുറച്ച് നാൾ, ഒരു 10-15 വർഷം കൂടെ കഴിയുമ്പോൾ മലയാളമൊക്കെ മംഗ്ലീഷായി പരിണമിക്കും. മലയാളം എന്ന് പറഞ്ഞ ഭാഷ തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലോട്ട് മാറും. ഇപ്പൊ അല്ല, തന്നെ മലയാള നമ്മൾ ഭാഷയുടെ പല പിതാവിന് വാക്കുകളും, പോലും ഒരു സ്മാരകമില്ലാത്ത നാടാ കേരളം. അതെ അതെ അതെ, മലയാളം ഇപ്പൊ തുഞ്ചത്തെഴുത്തച്ഛന്റെ പല ഭാഷകളിലും സ്മാരകം. കറക്റ്റ് കറക്റ്റ്, മലയാളത്തിൽ പല വാക്കുകളുടെയും അർത്ഥം വരെ നമ്മളിപ്പോ മാറ്റുന്നുണ്ടല്ലോ. മരണമാസ്, അടിപൊളി, പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ പല ഭാഷകളും കയറി വരുന്നുണ്ട്. ഇംഗ്ലീഷിൽ തന്നെ ഇപ്പൊ നമ്മളിപ്പോ എന്താണ്, പണ്ടൊക്കെ നമ്മൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ, ഏതെങ്കിലും വഴിയിൽ വെച്ച് അപരിചിതരെ കാണുകയാണെങ്കിൽ ചിരിച്ചിട്ട് പെങ്ങളെ, അല്ലെങ്കിൽ അനിയ എന്നൊക്കെ വിളിക്കുന്നത് ഇപ്പൊ ബ്രോ, സിസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഈ മലയാള ഭാഷ ഉടനെ മാറി ഇത് ലോപിച്ച് ഒരു മംഗ്ലീഷിലോട്ട് മാറും. പിന്നെ പൂർണ്ണമായിട്ടും നാഗാലാൻഡുകാർ സംസാരിക്കുന്നത് പോലെ നമ്മൾ മൊത്തത്തിൽ ഇംഗ്ലീഷിലോട്ട് പരിണമിക്കുന്ന ഒരു കാലം വിദൂരമില്ല. കാരണം മലയാളികൾക്ക് മലയാളം സംസാരിക്കുന്നതിനെക്കാട്ടിലും മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് തങ്ങളുടെ മക്കൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് അവർക്ക് അതിഭീകരമായിട്ട് അഭിമാനം എന്ന് പറയുന്നത്. എന്റെ മകൻ കണ്ടോ കുട്ടിക്കാലത്ത് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അതാണ് അഭിമാനം. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും. പിന്നെ മലയാളി എന്ന് പറഞ്ഞാൽ എന്താ, ആ കാര്യത്തിൽ എനിക്ക് ഒരു 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 എന്താ ഒരു മലയാളികളോട് ഒരു ബഹുമാനമുള്ളത്, നമ്മൾ ഭാഷയെ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ഒരു ഉപകരണമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ യൗമാരെ പോലെ ഈ ഇത് മാറ്റാനും അത് മാറ്റാനും. ഞാനൊരു കാര്യം പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ മനസ്സിലാവുന്നു. ആ എനിക്കും മനസ്സിലാവുന്നുണ്ട്, അത് തന്നെ ധാരാളം. ഇനിയിപ്പോ ആംഗ്യ ഭാഷയായിരുന്നാലും മലയാളിക്ക് ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമുക്ക് ഇങ്ങനെ മലയാളത്തിന്റെ പുറത്തൊരു വികാരമേ ഇല്ല എന്നുള്ളത്, അത് നമ്മൾ ഈ മലയാളം ഗാന രചയിതാക്കളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത്ര ഗംഭീരമായിട്ടുള്ള ലിറിക്സ് ഒക്കെയാണ് ഇപ്പൊ മലയാളത്തിലോട്ട് വരുന്നത്. എന്തായാലും തമിഴ്നാട്ടിൽ വലിയ വിഘടനവാദം ഉയർന്നു വരികയാണെന്ന് കേന്ദ്രം പറയുമ്പോൾ, സ്റ്റാലിൻ തന്റെ ഈ പടപ്പുറപ്പാടുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ മിക്കവാറും കേന്ദ്രം ചുമതലപ്പെടുത്തുന്നത് നിർമ്മല സീതാരാമനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിർമ്മല സീതാരാമനാണ് നിരന്തരം ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ ഗംഭീരമായിട്ടാണ് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിരോധിക്കാനൊന്നുമില്ല, പറയുന്നതിനൊന്നും സ്റ്റാലിന് മറുപടിയില്ല. സ്റ്റാലിൻ ഈ കണ്ണടച്ച് വെടിവെക്കുന്നത് പോലെ എന്തൊക്കെ ചെയ്യുകയാണ് എന്നുള്ളത് കൃത്യവും വ്യക്തമാണ്. താങ്ക് യു സോ മച്ച്.